ഹലോ എവരിവൺ, ഈ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനലിൽ വരുന്ന പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എങ്ങനെ ഒരു അമേച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആവാം, ഈ അമേച്ചർ റേഡിയോ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കലായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബ്രീഫ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഹാം റേഡിയോ അഥവാ അമേച്ചർ റേഡിയോ ഹോബിയാണ്. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രംഗത്ത് പലപ്പോഴും പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ രീതി കൂടിയാണ്. റേഡിയോ കമ്മ്യൂണിക്കേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഹാം റേഡിയോ രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്താണ്, എന്തെല്ലാം തരം റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ഉപയോഗിച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. എന്നാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏത് ഫ്രീക്വൻസിയാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. VHF, HF, UHF തുടങ്ങിയ ഫ്രീക്വൻസികളിലാണ് സാധാരണ കമ്മ്യൂണിക്കേഷൻ നടത്താറുള്ളത്. അതിൽ ഉയർന്ന ഫ്രീക്വൻസിയിലും ഇപ്പം കമ്മ്യൂണിക്കേഷനുകൾ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി വേറെ ഒരവസരത്തിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ഫ്രീക്വൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 3 to 30 kHz വരുന്ന സിഗ്നലാണ് നമ്മൾ VLF ആയിട്ട് പരിഗണിക്കുന്നത്. പിന്നെ അതിന് തൊട്ടടുത്ത് വരുന്നത് LF ആണ്. 30 to 300 kHz വരുന്നതാണ് LF. പിന്നെ ഒരു മീഡിയം ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ 300 to 300 kHz വരുന്ന സിഗ്നലുകളാണ് നമ്മൾ MF അഥവാ ഒരു മീഡിയം ഫ്രീക്വൻസി ആയിട്ട് പരിഗണിക്കുന്നത്. അത് പിന്നെയാണ് നമ്മൾ HF വരുന്നത്. HF എന്ന് പറയുമ്പോൾ 3 to 30 MHz ആണ് നമ്മൾ HF എന്നുള്ള ഒരു കാറ്റഗറിയിൽ കൈകാര്യം ചെയ്യുന്നത്, ഹൈ ഫ്രീക്വൻസി. ഈ HF എന്ന് പറഞ്ഞ ഈ ഫ്രീക്വൻസിയിലാണ് ലോങ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വെരി ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നത്. അമേച്ചേഴ്സ് ഒക്കെ വേൾഡ് വൈഡ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലാണ്. അതിൽ അതിനെ കുറെ ഭാഗങ്ങളായിട്ട് തിരിക്കുമ്പോൾ 80 മീറ്റർ, 40 മീറ്റർ, 20 മീറ്റർ, 10 മീറ്റർ, അങ്ങനെ ആ ഒരു റേഞ്ചിൽ പിന്നെ വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പല ബാൻഡുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ വരുന്ന ഫ്രീക്വൻസിയാണ് VHF. VHF വെരി ഹൈ ഫ്രീക്വൻസി. വെരി ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 30 MHz മുതൽ 300 MHz വരെ നമ്മൾ VHF ആയിട്ടാണ് കണക്കൂട്ടുന്നത്. അതിലാണ് നമ്മുടെ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻസ് കൂടുതലും. അത് ആ ഒരു പ്രത്യേകിച്ച് VHF 144 to 146 MHz ഈ ഹാമുകൾ സർവീസ് നടത്തുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പോലീസ്, മറ്റ് മിലിറ്ററി, അങ്ങനെയുള്ള ഒരുപാട് ഗവൺമെന്റ് ഏജൻസികളും ഈ VHF ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്നുണ്ട്. മറൈൻ ബോട്ടുകൾ, അവർക്കായിട്ട് പ്രത്യേക ഫ്രീക്വൻസി ഈ VHF തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് VHF. പിന്നെ UHF എന്നുള്ളത് പറയുമ്പോൾ 300 MHz മുതൽ ആ ഹയർ മേലോട്ട് പോകുന്ന ഫ്രീക്വൻസികളാണ് UHF കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം 3 GHz വരെ, എന്നുവെച്ചാൽ 3000 MHz വരെ നമ്മൾ അത് UHF ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഈ ഒരു ഫ്രീക്വൻസിയിൽ 400 MHz മുതൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ടെലിവിഷൻ, അങ്ങനെയുള്ള ബ്രോഡ്കാസ്റ്റിംഗ്, അതൊക്കെ UHF വരുന്നുണ്ട്. അപ്പോൾ ഈ ഹാമുകൾ UHF ഫ്രീക്വൻസിയുടെ UHF ബാൻഡിന്റെ ഒരു ഭാഗം, ചെറിയൊരു പോർഷൻ ഹാമുകൾ ഉപയോഗിക്കുന്നുണ്ട്. SHF, EHF റേഞ്ചുകളും ഹാമുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുന്നവർ അത്തരം ഫ്രീക്വൻസികളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. സാധാരണഗതിയിൽ HF, VHF, UHF ബാൻഡുകളാണ് ഹാമുകൾ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. HF ആണെങ്കിൽ ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കും. എസ്പെഷ്യലി 40 മീറ്റർ, 20 മീറ്റർ, ഇതൊക്കെ ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. 10 മീറ്ററിലും QSO നടക്കുന്നുണ്ട്. പിന്നെ വിദേശത്തൊക്കെ 10 മീറ്റർ റിപ്പീറ്ററുകൾ അടുക്കുന്നുണ്ട്. VHF എന്ന് പറയുമ്പോൾ ഈ VHF പൊതുവെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് VHF-ൽ പോസിബിൾ ആയിട്ടുള്ളത്. അതായത് ലൈൻ ഓഫ് സൈറ്റിലുള്ള സ്ട്രെയിറ്റ് സിഗ്നൽ ആയതുകൊണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സിഗ്നൽ ആയതുകൊണ്ട് ഒരു പോയിന്റ് ടു അനദർ പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാനാണ് സാധാരണ. പിന്നെ ഹാൻഡി സെറ്റുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, വെച്ചാൽ ചെറിയ വോക്കി ടോക്കികൾ, അത്തരം സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആണ് VHF ഉപയോഗിക്കുന്നത്. UHF-ഉം അങ്ങനെ തന്നെയാണ്.
UHF കമ്മ്യൂണിക്കേഷനും അതുപോലെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന വയർലെസ് സെറ്റുകൾ. പക്ഷേ അത് എന്താണ് വെച്ചാൽ അത് ലിമിറ്റഡ് ആണ്, അത് റെസ്ട്രിക്റ്റഡ് ആണ്. 1/2 വാട്ട് 0.5 വാട്ട് മാത്രമേ അതിന് പവർ ഉള്ളൂ. അത് നമ്മൾ ഈ സെക്യൂരിറ്റി പർപ്പസ്, ഈ ബിൽഡിങ് താഴെ നിന്ന് ഉയർന്ന ഫ്ലോറിലേക്ക് ഗോഡൌണുകളിൽ അങ്ങനെ അതായത് കോമൺ പീപ്പിൾ പർപ്പസുകൾ ആയിട്ട് ഉപയോഗിക്കുന്ന, പക്ഷേ അത്തരം സെറ്റുകൾ ലൈസൻസ് ആവശ്യമില്ലാത്ത സെറ്റുകൾ WPC പെർമിഷനോട് കൂടി പ്രത്യേകമായിട്ട് മാർക്കറ്റിൽ കിട്ടും. PMR എന്നാണ് നമ്മൾ പറയുന്നത് ആ ഒരു കാറ്റഗറിയെ. അപ്പോൾ ആ PMR കാറ്റഗറിയിലുള്ള സെറ്റുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് സാധാരണ ജനങ്ങൾക്ക്, കോമൺ പീപ്പിളിന് വാങ്ങി ഉപയോഗിക്കാം വിത്തൗട്ട് എനി ലൈസൻസ്. പക്ഷെ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ PMR ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് PMR അല്ലാത്ത അത്തരം സെറ്റുകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമാണ്. ഉദാഹരണമായിട്ട് ഈ സെറ്റ് PMR അല്ല. ഈ സെറ്റ് ഉപയോഗിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ലൈസൻസ് ആവശ്യമാണ്. ഈ ഹാമുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് റീപ്രോഗ്രാം ചെയ്തിട്ട് ഹാമിന്റെ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാവുന്ന. പക്ഷേ കോമൺ പീപ്പിൾ ഉപയോഗിക്കുമ്പോൾ വിത്തൗട്ട് ലൈസൻസ് ഇത് PMR ആണെന്ന് തെറ്റിദ്ധരിച്ച് പലരും ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് PMR അല്ല. PMRന് 446 മെഗാഹെർട്സിൽ 1/2 വാട്ട് 0.5 വാട്ട് പെർമിഷനേ ഉള്ളൂ. ഇത് 450 എബോവിലാണ് ഇത് പിന്നെ ഫാക്ടറിയിൽ നിന്ന് വരുന്നത്. അതിന്റെ ഫ്രീക്വൻസി അത് അലൗഡ് അല്ല, ലീഗലി അലൗഡ് അല്ല. മാത്രമല്ല ഇതിന് 2 വാട്ട്സ് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ലൈസൻസ്ഡ് ഓപ്പറേറ്റേഴ്സിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. PMR ആണെന്ന് തെറ്റിദ്ധരിച്ച് പലരും ഉപയോഗിക്കുന്നുണ്ട്. അത് ഇല്ലീഗലാണ്. അത് നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹാമുകൾ ഉപയോഗിക്കുന്ന VHF എന്ന് പറയുന്നത് 144 മെഗാഹെർട്സ് ടു 146 മെഗാഹെർട്സിലുള്ള സെറ്റുകളാണ്. ഇതാണ് VHF ട്രാൻസീവർ. ഇത് നമുക്ക് ലൈസൻസ്ഡ് ഹാമുകൾക്ക് മാത്രമേ ഈ ഒരു ഫ്രീക്വൻസി ഉപയോഗിക്കാനുള്ള അനുവാദമുള്ളൂ. ഇത്തരം സാധനങ്ങളൊക്കെ ഓൺലൈനിൽ പലപ്പോഴും അവൈലബിൾ ആണ്. ഓൺലൈനുകളിൽ നിന്ന് നമ്മൾ ഇത്തരം സാധനങ്ങൾ വാങ്ങിയിട്ട് നിയമവിരുദ്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിയമപ്രശ്നങ്ങളും പലതും നേരിടേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉള്ളത് HF ആണ്. HF റേഞ്ച്. HF എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ, വേൾഡ് വൈഡ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സെറ്റുകളാണ്. ഇതാണ് പിന്നെ HF എന്ന് പറയുന്ന ഹൈ ഫ്രീക്വൻസി സെറ്റ്. ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് HF 3 to 30 മെഗാഹെർട്സ് ബാൻഡിൽ നമുക്ക് വേൾഡ് വൈഡ് കമ്മ്യൂണിക്കേഷനുള്ള പോസിബിൾ ആണ്. അത് അത്തരം നല്ല ആന്റിനകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് യൂസ് നടത്താൻ പറ്റുന്ന സംവിധാനമാണ് ഈ HF എന്ന് പറയുന്നത്, HF ട്രാൻസീവർ. അതുപോലെ ഞാൻ നേരത്തെ HF കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞു. 30 to 30 മെഗാഹെർട്സ് റേഞ്ചിൽ HF കമ്മ്യൂണിക്കേഷൻ, ഹൈ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷനെ പറ്റി പറഞ്ഞു. അതൊരു ലൈസൻസ്ഡ് ബാൻഡ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ആ ലൈസൻസ്ഡ് ബാൻഡ് പറയുമ്പോൾ 80 മീറ്റർ, 40 മീറ്റർ, 20 മീറ്റർ, 10 മീറ്റർ അങ്ങനെ ഒരു കുറെ ബാൻഡുകളായിട്ട് തിരിച്ചിട്ട് ഫ്രീക്വൻസിന്റെ അടിസ്ഥാനത്തിൽ, വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വേർതിരിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു 11 മീറ്റർ ട്രാൻസ്മിഷൻ ഉണ്ട്. 11 മീറ്റർ, അത് HF തന്നെയാണ്. 11 മീറ്റർ എന്ന് വെച്ചാൽ 27 മെഗാഹെർട്സ്. ഈ 27 മെഗാഹെർട്സിൽ സിറ്റിസൺ ബാൻഡ് എന്നൊരു ബാൻഡ് കൂടിയുണ്ട്. അത് സാധാരണക്കാർക്ക് ഈ ട്രക്ക്, കാറുകളിലൊക്കെ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ WPC ഫ്രീക്വൻസി അലോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് 27 മെഗാഹെർട്സ് CB റേഡിയോ. പക്ഷെ പലർക്കും ഈ CB റേഡിയോനെ പറ്റി അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ആ സെറ്റ്. CB റേഡിയോ എന്നാണ് എൻ്റെ പേര്. ഇത് സാധാരണ വയർലെസ് ഓപ്പറേഷൻ തന്നെയാണ്. ഇതിന് ഏകദേശം ഒരു 5 വാട്ടിന് താഴെ HF ഹൈ ഫ്രീക്വൻസി 4 വാട്ടാണ്. 4 വാട്ട് ടു 5 വാട്ട് മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ പവർ. ഏകദേശം ഒരു 5 to 10 കിലോമീറ്റർ, നല്ല ആന്റിന ആണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ടു 10 കിലോമീറ്റർ റിമോട്ട് ഏരിയകളിലൊക്കെ പോവുകയാണെങ്കിൽ, മൊബൈൽ ടവറുകൾ ഇല്ലാത്ത പല ഏരിയകളിലൊക്കെ പോകുമ്പോൾ പിന്നെ അങ്ങനെയുള്ള ഇപ്പൊ ചിലരൊക്കെ കേരളത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹൈക്കിങ്, ഓഫ് റോഡ് ഷോകൾ നടത്തുന്നവർ, അങ്ങനെയുള്ള ഓഫ് റോഡ് പട്രോളിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അധികം ആളുകൾക്ക് ഈ സംഭവം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ട്, 27 മെഗാഹെർട്സ് CB റേഡിയോ. ലൈസൻസ് വേണ്ടാത്ത ഒരു സെറ്റാണ്. HF ന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതും കൂടി സൂചിപ്പിച്ചിട്ട് എന്നായതുള്ളൂ.